അങ്ങനെ ഡാർജിലിംഗിൽ വന്നപ്പം എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹമായിരുന്നു കാഞ്ചൻഗംഗ കാണണമെന്ന്, ഡാർജിലിംഗിൽ അവിടെ നിന്ന് തന്നെ. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 7407 ഫീറ്റ് ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ട്രിപ്പിലെ 5-ാം ദിവസം. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നേരെ ഡാർജിലിംഗ്. ഇന്ന് അവിടുത്തെ കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ രാവിലെ ഏകദേശം ഒരു 9 മണിയായപ്പം ഞങ്ങളുടെ റൂമിൽ നിന്നും ഡാർജിലിംഗ് കാണാൻ വേണ്ടി ഇറങ്ങി. സിലിഗുരിയിൽ നിന്നും ഡാർജിലിംഗ് വരെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ന്യൂജൽപൂരിൽ നിന്നും 1500 കൊടുത്ത ട്രെയിൻ വഴി വരാം, അല്ലെങ്കിൽ സിലിഗുരിയിൽ നിന്ന് തന്നെ ടാക്സി അവൈലബിൾ ആണ്. ഞങ്ങൾ അല്ലാതൊരു കാറ് അറേഞ്ച് ചെയ്താണ് പോകുന്നത്. കാരണം നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും മറ്റു വീഡിയോസൊക്കെ എടുക്കാനുള്ളത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പോകുന്ന വഴി തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ കാണുന്ന റെയിൽവേ പാളം, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡാർജിലിംഗിലേക്ക് പോകുന്ന ടോയ് ട്രെയിൻ്റെ, അതാണ്. നമ്മളെന്തായാലും പോകുന്ന വഴിക്ക് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം തിരക്കുള്ള റോഡാണ് കേട്ടോ അത്. പോകുന്ന വഴിക്ക് ആദ്യം നമുക്കൊരു മൂന്നാറിലേക്ക് പോകുന്ന ഒരു ഫീലാണ് തരുന്നത്. കാരണം തേയിലത്തോട്ടങ്ങളൊക്കെയാണ് അപ്പുറവും ഇപ്പുറവും. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തേക്ക് മരത്തിൻ്റെ ഒരു തോട്ടമുണ്ട്. ഈ കാണുന്ന സിലിഗുരിയിൽ തന്നെ ഒരു തേയിലത്തോട്ടത്തിനകത്ത് വരുന്നൊരു മിലിറ്ററി ക്യാമ്പാണ്. ഈ വരുന്ന വണ്ടികളെല്ലാം ഡാർജിലിംഗിൽ നിന്ന് വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ ഉണ്ട് ഇനി നമുക്ക് ഡാർജിലിംഗിലേക്ക് ചെല്ലാൻ. ഈ കാണുന്ന ബ്രിഡ്ജിൽ കൂടെ 2 വണ്ടിക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ പോകുന്നത് മിലിറ്ററി ക്യാമ്പിൻ്റെ അകത്തൂടെയാണ് ഡാർജിലിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴിയാണ് കൂടുതൽ യാത്രക്കാരും ഡാർജിലിംഗിലേക്ക് പോകുന്നത്. സ്ഥലം ഷൂട്ടിംഗ് സ്പോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. മിലിറ്ററി ക്യാമ്പിലെ പട്ടാളക്കാരെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഇവിടെ വെച്ചാണ്. അതുകൊണ്ടാണ് ഇതിന് ഷൂട്ടിംഗ് സ്പോട്ട് എന്ന് പേരിട്ടിരിക്കുന്നത്. ഇതാണ് ഡാർജിലിംഗിലേക്ക് പോകുന്നവർക്കുള്ള ആദ്യത്തെ എൻട്രൻസ് കവാടം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടോക്കൺ എടുത്ത് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ. ഉയരം കൂടുന്തോറും കാഴ്ചകളുടെ ഭംഗി വളരെ വളരെ മനോഹരമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴെ നോക്കുമ്പോൾ കുഞ്ഞു കടുകുമണി പോലെ കാണുന്ന ഒരു നഗരമാണ് ഡാർജിലിംഗ്. അങ്ങ് ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ചൈനയിലാണോ നേപ്പാളിലാണോ എന്ന് അങ്ങനത്തെ ഒരു ഫീൽ തരുന്നൊരു ആംബിയൻസ് ആണ് ഡാർജിലിംഗിൽ ഉള്ളത്. ഡെയിലി ഒരുപാട് യാത്രക്കാർ ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. ഇവിടുത്തെ റോഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം അത്യാവശ്യം നല്ല നല്ല കയറ്റപ്പുറമാണ്. 70-80 ഡിഗ്രി വരെയുള്ള കയറ്റങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഡാർജിലിംഗിലേക്ക് കയറി വരുന്നിടത്തുള്ള ആദ്യത്തെ വ്യൂ പോയിന്റിൽ വണ്ടി ഒതുക്കിയിട്ട് അവിടുത്തെ ചെറിയൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വഴിയെല്ലാം നമ്മൾ താണ്ടിയാണ് ഇത്രയും ഉയരത്തിലെത്തിയേക്കുന്നത്. ഇനി ടോപ്പിലേക്ക് അത്രയും നമുക്ക് പോകാനുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ഇത് ചെറിയൊരു നഗരമായിട്ട് തോന്നിയാലും ഇനി ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് ഡാർജിലിംഗിലേക്ക് നമുക്ക് ചെല്ലാൻ വേണ്ടി. ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്കൊക്കെ നല്ല രീതിയിലുള്ള ബ്ലോക്കൊക്കെ കാണുന്നുണ്ട്. ഇനി ഏകദേശം ഒരു 35 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവും. ഏകദേശം അത്രയും ചുറ്റി വേണം ഇനി നമുക്ക് ആ കാണുന്ന അവിടെ ചെന്ന് ഡാർജിലിംഗിലെ ബാക്കി വ്യൂ പോയിന്റിലൊക്കെ എത്തിച്ചേരാൻ വേണ്ടി. ഈ കാണുന്ന ഒരു ബ്രിട്ടീഷുകാർ പണിത പള്ളിയാണ് കേട്ടോ. അതിൻ്റെ ബോർഡൊക്കെയാണ്. തൊട്ട് മേളിലാണ് പള്ളി ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും പള്ളിയിലോട്ട് കയറാനുള്ള സമയമില്ല. ജസ്റ്റ് പുറത്ത് നിന്ന് പള്ളിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിപ്പം ഇവിടെ ഇറങ്ങിയത്. ഇത് ഞാൻ കയറിയൊരു ടീ ഷോപ്പിലെ ബാത്റൂമിൻ്റെ ഏരിയ ആണ്. അവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാത്റൂമിൽ ഇത്രയും വ്യൂ ആണെങ്കിൽ ഡാർജിലിംഗിലെ ടോപ്പിലെ വ്യൂ എന്തായിരിക്കും അല്ലേ. ഇനി ഇവിടെ നിന്ന് ഏകദേശം 34 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ. അങ്ങനെ ഡാർജിലിംഗിൽ വന്നപ്പം എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹമായിരുന്നു കാഞ്ചൻഗംഗ കാണണമെന്ന്, ഡാർജിലിംഗിൽ അവിടെ നിന്ന് തന്നെ. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചാവുന്ന ഈ ഒരു സ്പോട്ട് കാണാൻ വേണ്ടി. എന്തായാലും ഞാൻ വന്ന സമയം, വന്ന ദിവസം ഒട്ടും മോശമല്ലാത്തൊരു ദിവസമാണ്. ഇത്രയും നല്ലൊരു വ്യൂവിൽ ഇത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ക്ലൈമറ്റൊക്കെ മോശമായി കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. അങ്ങ് അപ്പുറമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന കാഞ്ചൻഗംഗ, അത് കാണാനും അതിൽ വീഡിയോസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മാക്സിമം ഇത്രയും സൂമിംഗ് ഒക്കെ പറ്റുള്ളൂ. ഇനി ഞാൻ സൂം ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ബ്ലറായിരിക്കും. അവിടെ ഇത് കണ്ട് എല്ലാവരും എങ്ങനെയുണ്ടെന്ന് പറയാം. കാരണം നിങ്ങളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്നെപ്പോലെ വന്നു പോകാൻ നിൽക്കാതെ ഒരു ദിവസം ഡാർജിലിംഗിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു, അതാവുമ്പോൾ ഇവിടുത്തെ ആ ഒരു മോർണിംഗത്തെ വ്യൂവും ഈവനിങ്ങത്തെ വ്യൂവും എല്ലാം കണ്ട് നല്ല അടിപൊളിയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് ഒരു മിനി നേപ്പാളിലേക്കാണ്. പോകുന്ന സ്ഥലം, പോകുന്ന വഴിക്ക് ഒരു നേപ്പാൾ ഫീൽ തന്നാലും ഇത് ഡാർജിലിംഗിലുള്ള മറ്റൊരു സ്പോട്ടാണ്. ഇവിടെ ഒരുപാട് വിശ്വാസികൾ വരുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു സ്പോട്ടിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് യാത്രക്കാർ വന്നു പോകുന്നൊരു സ്പോട്ടാണ്. ഈ കാണുന്ന കൊച്ചു വഴി കൂടെ വേണം നമുക്കിനി വണ്ടിയായിട്ട് പോകാൻ. മാക്സിമം നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം വണ്ടി പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും.
അതുകൊണ്ട് വണ്ടി ഒരിടത്ത് ഒതുക്കിയിട്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. മാക്സിമം നടന്ന് കാണുക, അതാണ് മെയിൻ പ്ലാനിങ്. ഈ കാണുന്ന ട്രെയിന് ന്യൂജൽപൂരിൽ നിന്നും സിലിഗുരി വഴി നേരെ ഡാർജിലിംഗിലേക്ക് വരുന്ന ടോയ് ട്രെയിനാണ്. ടോയ് ട്രെയിനിൽ വന്നു കഴിഞ്ഞുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി 10:30 ആകുമ്പം ന്യൂജൽപൂരിൽ നിന്നും ടോയ് ട്രെയിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഏകദേശം 4:30-5 മണിയായാലേ നിങ്ങൾക്ക് ഡാർജിലിംഗിലെ ടോപ്പിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതിലും നല്ലത് നിങ്ങളൊരു റെൻ്റ് കാർ എടുത്തോ അല്ലെങ്കിൽ ഒരു ടാക്സി അറേഞ്ച് ചെയ്തോ വരുന്നതായിരിക്കും ബെറ്റർ. താഴെ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ കടുകുമണി പോലെ കണ്ട ആ നഗരം ഇന്ന് എന്തുമാത്രം എത്ര വീടുകളുണ്ടെന്ന് നോക്കും. ഇതിനിടയ്ക്ക് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ലാത്ത അത്രയും വീടുകളുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാഞ്ചൻഗംഗ. ഇത് വേറെ ടോയ് ട്രെയിനാണ് കേട്ടോ. ഇവിടെ ടോയ് ട്രെയിനുകൾ 2 രീതിയിലുണ്ട്. ഡീസലും ഉണ്ട്. കൽക്കരിയിലെ ടോയ് ട്രെയിനുകൾ കൂടുതലും ഡാർജിലിംഗ് ആ ഏരിയയിലാണ് കൂടുതൽ പോകുന്നത്. ഡീസലിൽ എനിക്ക് തോന്നുന്നു ന്യൂജൽപൂരിൽ നിന്നും ഇങ്ങോട്ട് വരുന്നതാണ്. ഐ ലവ് ഡാർജിലിംഗ്. എനിക്ക് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല ഗൈസ്. കാരണം അതുപോലെ തിരക്കുണ്ടായിരുന്നു, അതുപോലെ ഫോട്ടോ എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 7407 ഫീറ്റ് ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് നേപ്പാളിലോട്ടൊന്നുമല്ല കേട്ടോ. ഇതിവിടെ ഉള്ളൊരു ചെറിയൊരു ആർട്ട് ഗ്യാലറിയാണ്. ഇവിടെ കുറച്ച് ആർട്ട് വർക്ക് ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. ആർട്ട് വർക്ക് മാത്രമല്ല, ഇതുപോലത്തെ കുറച്ച് പ്രതിമകളും അങ്ങനത്തെ ഒരുപാട് ആൻറ്റിക് പീസ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. വരുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. എന്തായാലും ഒരു ദിവസം കൊണ്ട് ഡാർജിലിംഗ് വിസിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇനി ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട്, പക്ഷേ എനിക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്കിന്ന് വൈകുന്നേരം തിരിച്ച് കേരളത്തിലേക്ക് പോകാൻ ഉള്ളതുകൊണ്ട് ഞാൻ മാക്സിമം ഇവിടെ ഉള്ളതൊക്കെ കണ്ടു തീർത്തിട്ട് പോകാനാണ് നോക്കുന്നത്. ഇനി എന്തായാലും ഒരു പ്രാവശ്യം വരുമ്പം ഇതുപോലെ സ്റ്റേ ചെയ്ത് നിൽക്കാൻ കണക്കിനാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇവിടുത്തെ പല രീതിയിലുള്ള ആംബിയൻസും കാഴ്ചകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡാർജിലിംഗിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം 2 ദിവസം നിൽക്കാൻ കണക്കിന് തന്നെ പ്ലാൻ ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ തന്നെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതൊരു ജാപ്പനീസ് ടെമ്പിളാണ്. അവിടെ ഒരുപാട് പേര് വരുമ്പോൾ വിസിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളും വളരെ രസമുണ്ട്. ഇവിടുത്തെ ആരാധന മൂർത്തി എന്ന് പറയുന്നത് ബുദ്ധനാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും അവർ കൂടുതലും ആരാധിക്കുന്ന ബുദ്ധന്മാരെയാണ്. ഇപ്പം ഏകദേശം ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ആ കാഞ്ചൻഗംഗയിലെ വ്യൂ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം നല്ല രസമുണ്ട് കാണാൻ. ക്ലൈമറ്റൊക്കെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റും. ക്ലൈമറ്റ് മോശമാവുന്നതനുസരിച്ച് നമുക്ക് ഇതുപോലത്തെ കാഴ്ചകൾ കാണുന്നത് കുറവായിരിക്കും. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാനത്തെ നിമിഷം എത്തിയിരിക്കുകയാണ്. ഇന്ന് നൈറ്റിന് തിരിച്ച് കേരളത്തിലേക്കാണ്. ഇനി തിരിച്ചുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത് സാധ്യത കുറവാണ്. ഇതുവരെയുള്ള വീഡിയോസൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയും നിങ്ങളുടെയൊക്കെ അടുത്തെത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്നും നമുക്കിതുപോലുള്ള ഒരുപാട് പ്ലേസുകൾ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു സ്പോട്ടുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.